ഹായ് ഹലോ സുഫേർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ വയനാട് പൂപ്പൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൂപ്പലിൻ്റെ അവിടെ ഏകദേശം എത്താനായിട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം എന്താക്കി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും അമ്പലവയൽ ടൗണിലേക്ക് നടന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്നാണ് കേട്ടോ. അങ്ങനെ ലെയിമും പപ്സുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടോ. നല്ല അടിപൊളി പപ്സും നല്ല ലെയിമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് അവിടുന്ന് പിന്നെ ഇറങ്ങിട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തങ്ങാണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാണ് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയേ കാണുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താ സ്ഥിതി നമുക്കൊരു പിടുത്തമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോവാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഈ എൻട്രിയിൽ നിന്ന് വരുന്ന ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും കേട്ടോ തിരക്കൊക്കെ ഉള്ളത്. അങ്ങനെ ഈ പിന്നെ വലത്തേ സൈഡ് ഇടത്തേ സൈഡൊക്കെ ഉള്ളത് നമുക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അധികം വാടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്തോ ഒരു സംഭവം അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ അങ്ങനെ പോകട്ടെ. പിന്നെ നമുക്ക് ഇങ്ങനെ താഴോട്ടുണ്ട്, പിന്നെ നേരെ മുന്നോട്ട് ഉള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ താഴോട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉള്ളൊരു തിരക്കാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. പിന്നെ അങ്ങോട്ട് ആ ഒരു സൈഡും അങ്ങനെ തന്നെയാണ്, ഈ ഒരു സൈഡും തന്നെ കേട്ടോ. എയിൽ പോയാലും തിക്കും തിരക്കിനും ഒരു കുറവില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നിന്നങ്ങാണ്ട് നമുക്ക് ഈ പൂവൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ തോന്നുമല്ലോ. പക്ഷേ ഒരു നിവൃത്തിയില്ല കേട്ടോ. കാരണം എടുക്കാൻ പറ്റണേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ നമ്മളെ പുറകുന്ന് വന്നിട്ട് ഇങ്ങനെ ഉന്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ് പോകുമല്ലോ. എന്നാൽ തന്നെ ഞങ്ങൾ ഏകദേശം പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിനൊന്നും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തന്നെ മൊബൈലൊക്കെ കുറച്ച് ഉയർത്തി പിടിച്ചിട്ടാണ്. കാരണം കയ്യിൽ നിന്ന് വീണ് പോയാൽ പിന്നെ അത് കിട്ടലും ഉണ്ടാവില്ല. കാരണം അത് പിന്നെ പുറകാല് വരുന്ന ആളുകൾ എന്താക്കും ചവിട്ടൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ എന്തായാലും എങ്ങനെയൊക്കെയോ പിടിച്ചെങ്ങാണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ പൂവ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അധികം വാട്ടൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇവിടുന്ന് ഒരു മൂന്നും കൂടിയൊരു വഴിയാണ് കേട്ടുള്ളത്. അങ്ങനെ ആ ഒരു വഴിയിലെത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ കാക്കിയും പിന്നെ ചെറിയ മോനും പാടെ കുറച്ച് മുന്നോട്ടായിരുന്നു നടന്നു പോന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ബാക്കി 2 പേരുമാണ് ഒരുമിച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ മുന്നിൽ നടന്നോല് ഈ മൂന്നും കൂടി ആ വഴിയിലെത്തിയപ്പോൾ ഇവർ എങ്ങോട്ടാണ് തിരിഞ്ഞെന്ന് ഞങ്ങൾക്കൊരു പിടുത്തമില്ല. ഇവിടെ തന്നെ അങ്ങനെ റേഞ്ചും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് കാക്കാനെ കിട്ടണമില്ല. അങ്ങനെ പിന്നെ കുറേ കാക്ക മുന്നോട്ട് പോയാൽ തിരിച്ച് ബേക്കോട്ട് തന്നെ പോയിട്ട് ഞങ്ങളെയും തിരഞ്ഞ് നടക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വഴി കുറച്ചൊന്ന് പേച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. കാരണം പിന്നീട് അത് എവിടെ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ തിരഞ്ഞ് നടക്കേണ്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് തന്നെ കാക്കാനിടന്ന് നമുക്ക് വഴക്ക് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പിന്നെ ഒന്ന് ഒപ്പം പോകുന്നൂടെ വീഡിയോസ് എടുക്കണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ. അങ്ങനെ എന്തായാലും പറയാം. പിന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ പിന്നെ അങ്ങോട്ട് പോകൽ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടം തെറ്റി ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ നോക്കും. മുന്നിലാണെന്നുണ്ടെങ്കിലും എവിടെയാണ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കൂട്ടോ. അത് ആ ഒരു മൂന്നും കൂടിയ വഴി എത്തിയപ്പോഴാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് കേട്ടോ. കാരണം അത് ഞങ്ങൾ അവിടെ തന്നെ നിന്നു, അതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാക്കണ തിക്കിലും തിരക്കിലൊക്കെ പെട്ടുങ്ങാണ്ട് ഞങ്ങൾ ഇതാക്കണ ഈ ഒരു യന്ത്രൂഞ്ഞാലും തോണിയും ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെ എത്തിയിട്ടോ. അങ്ങനെ മക്കൾ പറഞ്ഞ് അവർക്കൊന്ന് പിന്നെ തോണിയിൽ കയറണം കേട്ടോ. അങ്ങനെ മൂത്ത 2 പേരും എന്താക്കി തോണിയിൽ കയറി. നല്ല ഹൈറ്റിലെ തോണിയായിരുന്നു, നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല ഉയരത്തിൽ ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും അതിൽ പോയി ആടിയിട്ട് പിന്നെ എന്താക്കി പിന്നെ യന്ത്രൂഞ്ഞാലിൽ കയറണം എന്നാണ് കേട്ടോ. അങ്ങനെ സച്ചുവിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ ഓൻ്റെ ഒപ്പം 2 പേരെയും വിട്ടു കേട്ടോ. അങ്ങനെ ഓനൊന്നിലും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവരെടുത്തൊരു പിക്കാണ് കേട്ടോ അതുള്ളത്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇവിടെ താഴെ നിൽക്കണം. ഞങ്ങൾ എവിടെ ഓരോന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ നോക്കുമ്പോൾ അവരെ വീഡിയോ എടുക്കണ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാം എടുക്കണ പറഞ്ഞത്, അതായത് അവരെടുക്കണതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും പിന്നെ ഓരോ കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ടായതുകൊണ്ട് അവർ ആടണമെന്ന് അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ താഴോട്ടുള്ള മേലിന് ആ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പാട്ടുത്സവം നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പാട്ട് കേട്ടോ. അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഈ ടൈമിനൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അതായത് ആ മക്കൾ ഈ ഒരു യന്ത്രൂഞ്ഞാലിന് ആടി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങളിവിടെ പാട്ട് നടക്കണ ഇങ്ങോട്ട് വന്നു കേട്ടോ. അങ്ങനെ മക്കൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ പാട്ട് നടക്കണ ഇങ്ങോട്ട് എത്തിട്ടോ. അപ്പോൾ ഇവിടെ ഇല്ലം ടീമിൻ്റെ പാട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാട്ട്, നല്ല വൈബ് കേട്ടോ.
റെസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് മക്കൾ ചെറിയറ്റങ്ങൾ രണ്ടും കയറിയിട്ട് നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തൂനും പിന്നെ സെലിനോടും പറഞ്ഞപ്പോൾ അവരറിയാം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കയറണം എന്നാണ് കേട്ടോ. അങ്ങനെ അവരിതിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കണം കേട്ടോ. സച്ചു റിച്ചും കയറിയിട്ട് പിന്നെ റിച്ചുമോൻ ഇറങ്ങിയപ്പോൾ നെഞ്ഞ കൊഴിഞ്ഞിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, പേടിച്ചിട്ട് കേട്ടോ. സച്ചുമോനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. പിന്നെ സെലി പറഞ്ഞേ അതൊന്നും എടുക്കണ്ട പാവല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല കേട്ടോ. കുറച്ചേരം അവിടെ തന്നെ നിൽക്കണ്ടേ? എന്താ അവിടെ തന്നെ നിൽക്കണ്ട കുറച്ചേരം? അങ്ങനെ മുത്തുവിൻ്റെയും സെല്ല് റിയാക്ഷനാണ് കേട്ടോ അപ്പോൾ കണ്ടത്. അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലാന്ന് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് ഞങ്ങൾ പൂപ്പലി കണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിൻ്റെ അടുത്തേക്കാണ് നടന്നു പോകണം കേട്ടോ. നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പൂപ്പലിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പൂപ്പലിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.